ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ് കേട്ടോ. 3 ലെയർ ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് പോർഷൻ ഡാർക്ക് ഗ്രീനും താഴേക്കുള്ള പോർഷൻ ഓർഗൻസയുടെ ഈ ക്ലോത്തുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ ക്ലോത്താണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലേക്ക് നമ്മൾ അംബ്രല്ല മോഡലിൽ സാറ്റിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ യോക്ക് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ, ഇതിപ്പോൾ 1 മീറ്റർ ക്ലോത്താണ്. കാരണം നമുക്ക് യോക്ക് മാത്രമല്ല സ്ലീവ് പഫ് സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്ലോത്ത് കൂടുതൽ വേണം. അതനുസരിച്ചിട്ട് 1 മീറ്റർ എടുത്തിരിക്കുന്നത്. യോക്കിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് 11 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് നമ്മുടെ ചെസ്റ്റിനനുസരിച്ച് എടുക്കുക. ഷോൾഡർ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. അതുപോലെ ആം ഹോളും 6 ഇഞ്ച്. അപ്പോൾ ഇതൊരു വണ്ണുള്ളൊരു കുട്ടി ആയതുകൊണ്ട് നമ്മൾ ഇത്രയും എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അവിടെ നമ്മൾ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അതുപോലെ വേസ്റ്റ് എടുത്തിരിക്കുന്നത് 8 ഇഞ്ചും അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി 1 ഇഞ്ച് അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് ആർച്ച് പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം ഇത് ഇച്ചിരി വണ്ണം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ലെങ്ത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ച്. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുത്തത് നമ്മളിതുപോലെ മാർക്ക് ചെയ്തു. ആം ഹോളും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്ക് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യുന്നു. കാരണം രണ്ടും ഒരുപോലെ തന്നെ ആയതുകൊണ്ട് കേട്ടോ. അതിനുശേഷം ആം ഹോളും കട്ട് ചെയ്തു. നമ്മൾ സൈഡ് പോർഷനും കട്ട് ചെയ്തു. താഴത്തെ പോർഷൻ കട്ട് ചെയ്തു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്കേർട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ പോർഷൻ തൂങ്ങി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മളിതുപോലെ ആ മാർക്കിങ്ങിൽ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് വെക്കുന്നില്ല. അപ്പോൾ മറുവശത്തേക്കും കൂടി ഞാൻ ആ മാർക്കിങ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇത് കോട്ടൺ സിൽക്കിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തു കൊടുത്തു. ഇവിടെ നമ്മൾ സിബ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം സിപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇൻവിസിബിൾ സിബ് നമ്മളൊന്ന് ഈ ഹുക്കിൻ്റെ പോർഷൻ നല്ല വശത്തേക്ക് കണ്ടോ, ഇതുപോലെ നല്ല വശമാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ നമ്മുടെ യോക്ക് പോർഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹുക്ക് അതുപോലെ തന്നെ മറിച്ച് വെക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഈ പോർഷൻ ഇതുപോലെ തിരിച്ചെടുത്ത് വീണ്ടും നമ്മൾ അടുത്ത സൈഡും കൂടി ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ മാറിപ്പോകും. പിന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തിരിഞ്ഞു പോകും. അത് ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹുക്ക് മുകളിലേക്കാണോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ആ പിൻ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത വീഡിയോ ഒക്കെ ഇത് തന്നെയായിട്ട് സിബ് വയ്ക്കുന്നത് തന്നെയായിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. നെക്ക് നമ്മൾ കണ്ടോ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നെക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്കി സിബിൻ്റെ ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലൈനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈനിങ്ങും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാതെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കുക കേട്ടോ. ഇത് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 ഇഞ്ച് ഇതുപോലെ ഈ ഹുക്കിൻ്റെ സൈഡിൽ ഉള്ളിലേക്ക് മടക്കി വെക്കുക. ഇത് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചുറ്റി കൊണ്ടുവരിക കേട്ടോ. അടുത്ത സൈഡ് വരെ ഇതുപോലെ. അപ്പോൾ ഈ ഹുക്കിൻ്റെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇത് ബാക്കി പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് ഇട്ട് മടക്കി
അവിടെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ചുറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പി കൂടി ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക, സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ. അങ്ങനെ ചുറ്റി ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ മടക്കി വെച്ചിരുന്നില്ല, ആ പോർഷൻ കണ്ടോ, ഇതുപോലെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഉള്ളിലേക്ക് തിരിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഹുക്കിൻ്റെ അവിടെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി നമ്മൾ ഉൾവശത്തേക്ക് ആ ക്രോസ് പീസ് മടക്കിയിട്ട് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ഉൾവശത്തേക്ക് ആദ്യം ക്രോസ് പീസും അവിടെ ഉണ്ടായിരുന്ന നെക്കിൻ്റെ പോർഷനിൽ തയ്യൽ തുമ്പുണ്ടല്ലോ, അതും കൂടി ഒന്ന് അടിച്ച് അതിന് ശേഷം ഉൾവശത്താക്കി പതിച്ച് അടിച്ചു കൊടുത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമ്മൾ അടിയിലേക്കുള്ള സ്കേർട്ടിൻ്റെ പോർഷന് വേണ്ടിയിട്ട് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് തുണി മടക്കുക. ആദ്യം രണ്ടാക്കി മടക്കി അതിന് ശേഷം ക്രോസ് ആക്കി മടക്കുക. അങ്ങനെയാണ് സാറ്റിൻ നമ്മൾ മടക്കിയിരിക്കുന്നത്. എ ലൈൻ പോലെ നമുക്ക് അടിയിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെയാണ്, നമ്മൾ അംബ്രല്ല മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം യോക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ ആ പോർഷൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴേക്ക് എത്ര ലെങ്ത്ത് വേണം സ്കേർട്ടിന്, അതിനനുസരിച്ചിട്ട് ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ, ഇത് ലൈനിങ് ആണ് കേട്ടോ, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ പീസ് ലെയറുകൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ്. അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തത് അവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇവിടെ നമുക്ക് ലൈനിങ് എ ലൈൻ പോലെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിലും നല്ലതായിട്ട് ഇതുപോലെ ഫ്ലെയറായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ അംബ്രല്ല പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് 3 ലെയറായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 18 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് കിട്ടേണ്ടത്. അപ്പം ഞാൻ ആ ഫുൾ ലെങ്ത്ത് ഓർഗൻസ ക്ലോത്ത് ആയതുകൊണ്ട് സാറ്റിൻ ക്ലോത്ത് അടി വരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് മാത്രമേ ഞാൻ കുറച്ചിട്ടുള്ളൂ. ഈ ലൈനിങ്ങിൽ 17 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ പോർഷനും 6 വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് 6 മാർക്ക് ചെയ്ത് കൊടുക്കുക, അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ ഈ ലൈനിൽ കൂടിയാണ് നമ്മൾ ലെയറുകൾ നല്ല തുണി ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എ ലൈനായിട്ടാണ് നമ്മുടെ ഈ ലൈനിങ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടിയിലേക്ക് വീണ്ടും നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതും ആദ്യം വരച്ചതുപോലെ തന്നെ നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക. അടുത്ത സൈഡ് വരെ അറ്റം വരെ നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക. ഇനി അടിയിലേക്കുള്ള ലെയർ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഇത് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടില്ല. ഈ ക്ലോത്ത് നമ്മൾ നേരിൽ കാണുമ്പോൾ ഇതിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് ക്ലോത്തിൻ്റെ കളറ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കണ്ടോ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തു. അപ്പം 6 ഇഞ്ച് എന്നുള്ളത് നമ്മൾ 2 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടിയെടുത്ത് 8 ഇഞ്ചാണ് നമ്മൾ മടക്കി ഉരുട്ടി അടിക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ 2 സൈഡും ഒന്നെങ്കിൽ മടക്കി അടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക, ഉരുട്ടി അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉരുട്ടിയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ ആ വരച്ച ലൈനിൽ കൂടി നമ്മൾ ഇതുപോലെ ഫ്രില്ല് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ 8 ഇഞ്ച് കൊടുത്തത് കൊണ്ട് നമ്മുടെ ഓരോ ലെയറിൻ്റെ അടിയിലേക്ക് കുറച്ച് കയറി നിൽക്കും. അതാണ് നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് കേട്ടോ. ഇനി നമുക്ക് പഫ് സ്ലീവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളൊരു പേപ്പറിൽ ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ ഇവിടെ ചെസ്റ്റ് നമുക്ക് 28 ആണ് വേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 7 ആണ് കിട്ടിയത്. അതാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തത്. വീണ്ടും 28നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.8, അത് വീണ്ടും നമ്മൾ അടിയിലേക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ ഏതൊരളവിലുള്ള സ്ലീവ് നമുക്ക് ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മുകളിൽ മാർക്ക് ചെയ്ത 7 തന്നെ വീണ്ടും താഴേക്ക് നമ്മൾ ഈ ചെരിച്ച ലൈനിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ. വീണ്ടും അതിൻ്റെ ഹാഫ് കാണുക,
ആ ഹാഫ് കണ്ടെടുത്ത് നിന്ന് 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ സ്ലീവിൻ്റെ ഒരു വളഞ്ഞ ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ 7 ഇഞ്ചാണ് തയ്യൽ തുമ്പും എല്ലാം കൂടെ കൂടിയിട്ട് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. ആ ലെങ്ത്ത് എത്രയാണോ അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ 7 ഇഞ്ചാണ് അവിടുത്തെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ഒരു സ്ലീവ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പഫ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി നല്ല തുണിയിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ 10 ഇഞ്ച് വീതിയിലാണ് ഞാൻ അവിടെ മടക്കിയിട്ടിരിക്കുന്നത്. 4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ട് ഒരു മാർക്കിങ് അവിടെ കൊടുത്തു, സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത സ്ലീവ് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ. അപ്പോൾ നിങ്ങൾ തയ്യൽ തുമ്പെല്ലാം കൂട്ടിയിട്ട് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം ഇതേപോലെ ഒപ്പം വെച്ചിട്ട് ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആ 2 ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. അവിടെയാണ് നമുക്ക് പഫ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഉയർന്ന് പഫിൻ്റെ ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് എക്സ്ട്രാ വീതി കൂട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ തുണി മടക്കിയിട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ആ ലൈനിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 4ആയിട്ട് 2 സ്ലീവിനും വേണ്ടിയിട്ട് 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. കുറച്ചും കൂടി ഇവിടെ വീതി കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. അതനുസരിച്ച് നമുക്ക് പഫ് കൂടുതൽ കിട്ടും. അപ്പോൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കണ്ടോ നമുക്ക് പഫ് എവിടം വരെ വേണം എന്നുള്ളത് ഈ ഒരു മാർക്കിങ് നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേ, അവിടെ നിന്ന് മടക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അത് എവിടെ നമുക്ക് യോജിച്ച് കിട്ടുന്നോ അവിടെ ഓരോ മാർക്കിങ് കൊടുക്കുക. എല്ലാ ക്ലോത്തിൻ്റെ എല്ലാ പോർഷനിലും നമ്മൾ അതേ മാർക്കിങ് തന്നെ കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടം വരെയാണ് നമ്മൾ പഫിന് വേണ്ടിയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഞാൻ പ്ലീറ്റ് ഇട്ട് കാണിച്ച് നിങ്ങൾക്ക് തരാം. അപ്പം ഇതുപോലെ ഓരോ പോർഷനിലേക്കും ആ മാർക്കിങ് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാ സൈഡിലും കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇട്ട് തുടങ്ങി അടുത്ത പോർഷനിൽ കണ്ടോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒരേ സൈഡിലേക്ക് തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതേ സൈഡിലേക്ക് തന്നെ അടിയിലും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ ഉയർത്തി കട്ട് ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ പഫായിട്ട് പൊന്തി തന്നെ നിൽക്കും. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് കണ്ടോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തു കേട്ടോ. ചെറിയ ചെറിയ പ്ലീറ്റ് മുകളിലും അടിയിലും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ പഫാക്കി എടുത്തതിന് ശേഷം ഒരു 2 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് നമ്മളെടുത്ത് മടക്കിയിട്ട് ഇനി നമുക്ക് അടിയിലെ പോർഷൻ ആ തയ്യൽ തുമ്പെല്ലാം ഉള്ളിലാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇതിപ്പോൾ ചീത്ത വശമാണ് കേട്ടോ. അപ്പോൾ 2 സൈഡ് നിങ്ങൾക്ക് ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ചീത്ത വശമാണ്. ഇവിടെ നിന്ന് അടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുത്ത് അടിച്ച് അതിന് ശേഷം നല്ല വശത്തേക്ക് ആ പോർഷൻ മറിക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിലാക്കി വെച്ചിട്ട് നമ്മൾ മുകളിൽ കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക. കണ്ടോ ഇപ്പോൾ ഞാൻ അതുപോലെ അടിച്ചെടുത്തു. ഉൾവശത്ത് നിന്ന് അടിച്ച് നല്ല വശത്തേക്ക് മറിച്ച് കണ്ടോ നല്ല പഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡിലേക്ക് ഒരുപോലെ തന്നെ പ്ലീറ്റ് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്നില്ല ലെങ്ത്ത്, ഇപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്ലീറ്റ് സൈഡിൽ നിന്നുള്ളത് നമ്മൾ അഴിച്ചു കൊടുക്കുക. അപ്പോൾ മുകളിലത്തെ പ്ലീറ്റ് നമ്മൾ ഒരു പ്ലീറ്റ് അഴിച്ചു കൊടുക്കുമ്പോൾ അവിടെ കറക്റ്റ് ലെങ്ത് ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് തുണി കൂട്ടിയെടുത്ത് നമ്മൾ കട്ട് ചെയ്താലും മതി സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കണ്ട സ്ലീവ് നമുക്ക് ഇതുപോലെ നല്ല പഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ അടിയിലെ പോർഷനുമായിട്ട് യോക്കുമായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ നമ്മൾ സ്കേർട്ട് യോജിപ്പിക്കുമ്പോൾ എല്ലാ പ്ലീറ്റുകളൊക്കെ എല്ലാ ലെയറുകളും ഉള്ളിലാകത്തക്ക രീതിയിൽ വേണം സൈഡ് യോജിപ്പിക്കാനും കേട്ടോ. അപ്പോൾ ബാക്കിലേക്ക് നമ്മൾ ഒരു വള്ളിയും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അടിയിലെ ലൈനിങ്ങും നമ്മൾ ഓവർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രോക്ക് ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ നല്ലപോലെ വിരിഞ്ഞ് ഫ്ലെയറായിട്ട് ലെയറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനി നമുക്ക് കാണാം. താങ്ക്